സ്വാഗതം. ഇന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളിര് കോരുന്ന ഒരു കഥയാണ് നമുക്കൊന്ന് പറയാനുള്ളത്. ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില അച്ഛന്മാർ ആദ്യത്തെ ഭാര്യയിൽ ഒരു മകനുണ്ടായി, ലാസ്റ്റ് ഭാര്യ എന്തെങ്കിലും കൊറോണയോ ക്യാൻസറോ വന്ന് മരിച്ചു പോകുന്നു. അപ്പോൾ ആ മകനും വെച്ച് ഒരു കല്യാണം കൂടി കഴിക്കണം എന്ന് വിചാരിച്ച് എന്തുണ്ടാവും, ഒരു കല്യാണം കൂടി കഴിക്കും. പക്ഷേ പിന്നെ കല്യാണം കഴിക്കുമ്പോൾ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിക്കാത്ത പെണ്ണുങ്ങളെ കിട്ടില്ല, രണ്ടാം കെട്ടുകാരെ കിട്ടുക. രണ്ടാം കെട്ട് പെണ്ണുങ്ങൾ കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ കയ്യിലുണ്ടാവും ഒരു ട്രോഫി ഉണ്ടാവും, ചെറിയ കുട്ടി ഉണ്ടാവും. ആ കുട്ടീനെയും കൂടി ഏറ്റെടുക്കേണ്ട സ്ഥിതി ഇയാൾക്ക് നിർബന്ധമായിട്ട് ആർക്കായാലും വരും. അല്ലാണ്ട് ഇപ്പോൾ കുട്ടിയില്ലാത്തവരെ കിട്ടണം, മറ്റുള്ള കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ എളുപ്പമല്ല. അപ്പോൾ പിന്നെ നമ്മൾ നോക്കണം എന്താ, ഒരു കുട്ടിയുള്ള 2-3 കുട്ടികളില്ലാണ്ട് ഒരു കുട്ടിയുള്ള ആളെ നമുക്ക് സെലക്ട് ചെയ്യാമെന്ന് പറയും. അതുപോലെ തന്നെ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഉണ്ടായുള്ള ഒരു കാര്യമാണ് നമ്മളിന്ന് പറയാൻ പോണത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ് മാനാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇതുപോലെ മരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു മകനുണ്ട്. പക്ഷെ ആ മകനെ പഠിപ്പിക്കാനും ആ മകൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് നിർബന്ധമായിട്ടും അദ്ദേഹത്തിന് വേറൊരു കല്യാണം കഴിക്കേണ്ട സ്ഥിതി വന്നു. അദ്ദേഹം അതുപോലെ തന്നെ വേറൊരു കല്യാണം നോക്കി. അവിടെ നോക്കിയപ്പോൾ അവിടെ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ട്. ആ മകനേലും കുറച്ചുകൂടി പ്രായം കൂടിയുള്ള ഒരു പെൺകുട്ടിയാണ് ആ സ്ത്രീക്ക് ഉണ്ടാകുന്നത്. പക്ഷെ അതൊന്നും ഇയാൾക്കൊരു വിഷയമല്ല. അതൊക്കെ നമ്മുടെ മകളെ പോലെ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കല്യാണം കഴിക്കുന്നു. അവരും ബിസിനസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ രണ്ടുപേരും വലിയ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയൊക്കെയുള്ള ആൾക്കാരാണ്. അങ്ങനെ അവർ കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിച്ച് അപ്പോൾ ഇവർ സഹോദരന്മാരല്ല, ഇവർ ഒരുത്തർ വേറെ അച്ഛൻ, ഇവിടെ വേറെ അമ്മ. അപ്പോൾ അർദ്ധ സഹോദരന്മാരെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതും അതിൽ യോജിക്കല്ല. പക്ഷേ ഇവിടെ ഇവർ രണ്ടുപേരും യോജിക്കാറില്ല. ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടി, ഇവർ രണ്ടുപേരും അമ്മ കല്യാണം കഴിച്ചത് മകൾക്ക് ഇഷ്ടമല്ല, അച്ഛൻ കല്യാണം കഴിച്ചത് മകന് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കുട്ടിയും കൂടി ഉണ്ടെങ്കിൽ ആ കുട്ടിയെ വരുമ്പോൾ ഇവർ ചേച്ചിയും അനിയനാണ്. പക്ഷേ ആ ചേച്ചിയും അനിയനും തമ്മിലുള്ള ബന്ധമല്ല ഇവർക്ക് തമ്മിൽ. ഇവർ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കീരിയും പാമ്പും പോലെയാണ്. ഇവർക്ക് ഇഷ്ടമല്ല. ഇവർക്ക് അച്ഛനെ അവർക്ക് സ്വന്തമായി സ്നേഹിക്കാൻ കിട്ടണം. അച്ഛൻ്റെ സ്നേഹം വേറൊരു പെണ്ണിന് പകുതി പോവാണ്. അതുപോലെ തന്നെ മകൾക്ക് കിട്ടുന്ന സ്നേഹം വേറൊരു ആണിന് പോവാണ്. അത് രണ്ടുപേർക്കും സഹിക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ രണ്ടുപേരും മനസ്സിലും ഭയങ്കര ഈഗാണ്. അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും ഒരു വഴക്കും തിക്കും തിരക്കും പകലാണ്. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഒരു ദിവസം ഇതുപോലെ തന്നെ നമ്മുടെ ഇവർ തമ്മിൽ ഈ വഴക്കുണ്ടാകുമ്പോൾ ഈ വഴക്ക് തീർക്കാൻ അവർക്ക് നേരമുള്ളൂ. അപ്പോൾ ഇവർ ഭാര്യയും ഭർത്താവും വിചാരിച്ചു നമുക്കൊരു കാര്യം ചെയ്യാം, ഇവർ രണ്ടുപേരും നമുക്ക് ഹോസ്റ്റലിൽ നിർത്താമെന്ന് പറഞ്ഞു. പക്ഷേ ഇവർ രണ്ടുപേരും ഹോസ്റ്റലിൽ നിൽക്കാനും തയ്യാറല്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു കഥ നടക്കുന്നുണ്ട്. വേറൊരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫോണിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇഷ്ടം പോലെ പീസും പരിപാടിയും അതുപോലെ തന്നെ പൂശിലും ഒക്കെ കാണാം. പക്ഷേ ഇത് കഥ നടക്കുന്ന കുറച്ച് കാലഘട്ടം കഴിഞ്ഞത്. അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ല. അന്ന് ആകെയുള്ളത് എന്താണ്, ചെറു പുസ്തകങ്ങളാണ്, കൊച്ചു പുസ്തകങ്ങൾ. ആ പുസ്തകങ്ങളിൽ എഴുതുന്ന വരികളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമുക്കൊരു ഫോൺ വീഡിയോ കാണുന്നതിനേക്കാളും ഇൻട്രസ്റ്റാണ് അന്നത്തെ ആ ഒരു എഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതങ്ങോട്ട് ഒഴുകി വരില്ലേ എഴുത്ത്. ശരിക്കത് വായിച്ചങ്ങോട്ട് അവസാനത്തുമ്പോഴേക്കും നമ്മൾക്ക് അങ്ങോട്ട് കമ്പിയായിട്ട് നമ്മളത് തൊട്ടില്ലെങ്കിലും ചിലപ്പോൾ പോവും. അതേപോലെയാണ് അന്നത്തെ എഴുത്തുകാരുണ്ടായിരുന്നത്. അതേപോലെ എഴുതുക. സകല ഫുട്പാത്തുകളിലും പുസ്തകം നിരത്തി വെച്ചിട്ട് വിൽപ്പന. ചിലവരൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നിരത്തി വെച്ച് വെക്കില്ല, അതിൻ്റെ അടിയിൽ വെച്ച് വെക്കും. എന്തിനു പറയണത്, ഇതിൻ്റെ മാർക്കറ്റ് കണ്ടുകൊണ്ട് ഈ കൊച്ചു പുസ്തകത്തിൻ്റെ അച്ചടിച്ച് അതിൻ്റെ കോപ്പികൾ ചിലവാണ് കണ്ടിട്ട് പഴയ പല സിനിമാവാരികളുണ്ട്. സിനിമാരമ്മ എന്ന് പറഞ്ഞിട്ടൊക്കെ കുറേ സിനിമാ മാസികളുണ്ട്. അവരെന്തുണ്ടായി ഇതിനു വേണ്ടി ഒരു പൈങ്കിളി കഥയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ രണ്ടുപേരും മാറ്റി വെച്ചു. അതുപോലെ തന്നെ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് കേരള ശബ്ദത്തിൽ എന്താണ് കംപ്ലീറ്റ് കഥകളും അന്ന് വളരെ ഫേമസ് വാരികയാണ്. അത് വരുന്നത് നോക്കിയിരിക്കും നമ്മൾ കേരള ശബ്ദം വായിക്കാനായിട്ട്. അതിൽ മുഴുവൻ കമ്പിക്കഥയാണ് വരണത്. കുറച്ച് രാഷ്ട്രീയം വരും. അതുപോലെ തന്നെ മുത്തിച്ചപ്പി ചെറിയ മാസിക, അത് മാസത്തിൽ ഒരെണ്ണം ഇറങ്ങുള്ളൂ. അതിലിങ്ങനെ ഒരു 10 കഥകളുണ്ടാവും. ആ 10 കഥകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 കഥകളാണ്.
അത് ഒരുപാട് സ്ത്രീകൾ വായിക്കുന്നുണ്ട് ആ കഥ. ഇത് അവരുടെ കയ്യിലൊക്കെ എങ്ങനെയും എത്തും, അവരത് എങ്ങനെയും അവർ കൈക്കലാക്കും. അന്നത്തെ ഏക മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുസ്തകം വായിക്കലും കൈപ്പണിയാണ്. പുസ്തകം വായിക്കലും കൈപ്പണി, ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും അതിനൊരു പ്രത്യേക ലഹരിയാണ് ആ ഒരു പുസ്തകത്തിൻ്റെ കാലഘട്ടത്തിൽ. ആ പുസ്തകത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഇവർ രണ്ടുപേരും ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ ഇവള് കോളേജിൽ പോയ സമയത്ത് ഈ അനുജൻ കയറി അവളുടെ റൂമിൽ സെർച്ച് ചെയ്തപ്പോൾ എന്തുണ്ടാണ്, അവളുടെ ബെഡിൻ്റെ അടിയിൽ മുഴുവൻ കൊച്ചു പുസ്തകം. അപ്പോൾ ഇപ്പം വിചാരിച്ചു ഇതെങ്ങനെ ചേച്ചിക്ക് ഇത്രയും പുസ്തകങ്ങൾ എങ്ങനെ കിട്ടണം, അപ്പം ചേച്ചിനൊന്ന് ശ്രദ്ധിക്കണം എന്ന് അവൻ വിചാരിച്ചു. രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ചേച്ചിയുടെ റൂമിലേക്ക് ഒളിഞ്ഞു നോക്കാൻ തുടങ്ങി, എന്താണ് ഇവിടെ പരിപാടി. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് ലൈറ്റ് ഇട്ടുകൊണ്ട് ഇങ്ങനെയുള്ള തുണ്ടുപുസ്തകങ്ങൾ വായിക്കുക മാത്രമല്ല, ഇതുപോലെ തന്നെ അവളുടേതായുള്ള ഇതൊക്കെ വായിച്ചു വരുമ്പോൾ ആർക്കായാലും ഒരു വികാരങ്ങളൊക്കെ വരുമല്ലോ. കല്യാണം കഴിക്കാത്ത പെൺകുട്ടികൾ പ്രത്യേകിച്ചും അവൾ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഇപ്പം കാണണം. അപ്പോൾ ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഓൾറെഡി ഇവള് വായിക്കുന്നതിനേക്കാളും മുമ്പേ ഇവനൊരു കൂട്ടുകാരുണ്ട്. ഈ വക പുസ്തകങ്ങളെല്ലാം ഇവൻ്റെ കയ്യിലുണ്ട്. അവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാശ് കൊടുത്ത് മേടിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. കൂട്ടുകാർ വായിച്ച പുസ്തകം ഇവന് കൊടുക്കും, ഇവൻ വായിച്ചാൽ അത് വേറെ കൂട്ടുകാരന് കൊടുക്കും. അവരങ്ങനെ കൈമാറിയാണ് അത് വരിക. ഇപ്പോൾ ഇവിടെ നമ്മളെ ഇപ്പോൾ ഒരു നല്ലൊരു പീസ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ കൂട്ടുകാരൻ പറയും അതെ നല്ലതെന്ന് കേട്ടാ നിങ്ങൾ വാട്സപ്പ് ചെയ്തോളൂ, അല്ലെങ്കിൽ അതിൻ്റെ ഇതിട്ടോളൂ എന്ന് പറഞ്ഞപ്പോൾ വായിക്കില്ല. അതേപോലെ പുസ്തകം കൈമാറി വായിക്കുക, അതാണ് അവൻ്റെ പണി. ഇവളാചനെയൊക്കെ കാശ് കൊടുത്ത് മേടിച്ച് വീണ്ടും 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 വായിക്കുക. അപ്പോൾ ഇതൊരു ദിവസം എന്തുണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഇവളെ കയ്യോടെ പിടിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുസ്തകങ്ങൾ മുഴുവൻ ഞാൻ കണ്ടു, ഇതൊക്കെ ഞാൻ അച്ഛനും അമ്മോടും ഞാൻ പറയും എന്ന് പറയും. അപ്പോൾ ഇവള് പറയണത് നീ ഒരു കാരണവശാലും അച്ഛനും അമ്മോടും പറയരുത്. അപ്പോൾ ചേച്ചി എന്നെ എപ്പോഴും കൂടിയിട്ട് എപ്പോഴും തല്ലുകൂടാ വഴക്കുകൂടാത്ത കാര്യങ്ങൾ ചെയ്യുക, അതുകൊണ്ടാണ് ഞാൻ ഇത് അച്ഛനോടും അമ്മോടും പറയണത്. അച്ഛനോടും അമ്മോടും പറഞ്ഞിട്ട് ഞാൻ ചേച്ചീനെ അവിടെ നിന്ന് പുറത്താക്കും എന്നാണ് പറയണത്. അപ്പോൾ ഇവള് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ നീ അങ്ങനെ ചെയ്യരുത്, ഇതിപ്പോൾ എനിക്കൊരു എൻ്റർടൈൻമെൻറ്റ് ഒരു സുഖത്തിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഇവൻ പറയണത് അങ്ങനെ എൻ്റർടൈൻമെൻറ്റും സുഖങ്ങളും ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാൻ പറയണതൊക്കെ കേൾക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവള് പറഞ്ഞു വേറെ ഗത്യന്തരമില്ല, അല്ലെങ്കിൽ അച്ഛനമ്മോടും പറഞ്ഞു കൊടുത്ത് ഇത്രയും പുസ്തകങ്ങളെ കളക്ഷൻ വരുമ്പോൾ പെൺകുട്ടി ആകെ കഷ്ടപ്പെട്ട് പോവില്ലേ. അപ്പോൾ പറഞ്ഞു നീ എന്താ പറയണത്, എന്താ ചെയ്യുക, ചേച്ചി ഒരു കാര്യം ചെയ്യും, കംപ്ലീറ്റ് ഡ്രസ്സ് അയച്ച് നിൽക്കുക, എനിക്കൊന്ന് കാണാനാണ്. അപ്പോൾ ഒരു കുഴപ്പമില്ല, ഇവളങ്ങോട്ട് കംപ്ലീറ്റ് ഡ്രസ്സ് അയച്ചുകൊണ്ട് നിന്നു. ഡ്രസ്സ് അയച്ച് നിന്നോട് കൂടിയിട്ട് എന്തുണ്ടായി, ഇവൻ്റെ പാമ്പ് പത്തി വിടർത്തി ഇവളിങ്ങനെ അങ്ങോട്ട് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇവളിതൊക്കെ വായിച്ചിട്ടല്ലേ നിൽക്കണത്. ഇവൻ്റെ പാമ്പ് പത്തി വിടർത്തി നിൽക്കണപ്പോൾ എന്തുണ്ടായി, ആ പത്തിമ നോക്കി ഒരു പിടുത്തുണ്ടായിട്ട് എന്തുണ്ടായി, പിന്നെന്തുണ്ടായി, അവളുടെ ഗുഹയിലേക്ക് ആ പാമ്പ് കയറി പോകണ്ടായി. അങ്ങനെ ഇവരങ്ങനെ ബന്ധപ്പെടൽ തുടങ്ങി. അച്ഛനമ്മയും ബിസിനസ്സായിട്ട് വീട്ടിൽ വളരെ സമയം കുറവുണ്ടാവുള്ളൂ. ചില സമയത്ത് പാർട്ടി മീറ്റിംഗ് ആയിട്ട് ചിലപ്പോൾ അവർ പാതിരയ്ക്കൊക്കെ വരിക. അതുവരെ ഇവർ രണ്ടുപേരും ഇത്രയും കീരിയും പാമ്പ് ഇരുന്ന പോകുന്ന ആൾക്കാർ ഭയങ്കര സ്നേഹത്തിലും ഭയങ്കര പരിപാടിയും ഭയങ്കര എൻ്റർടൈൻമെൻറ്റാണ്. ഇങ്ങനെ നിൽക്കുമ്പോൾ സമയത്താണല്ലോ അന്നത്തെ കാലത്ത് വില്ലൻ കയറി വരിക. വില്ലൻ ആരെ കയറി വന്നേ, വില്ലൻ കയറി വന്നത് വേറെ ആരുമല്ല, ഗർഭമാണ്. അവൾക്ക് ഗർഭമായി. ഇന്നത്തെ പോലെ കൊണ്ട് കളയാനോ ഗുളികകളോ മറ്റുള്ള യാതൊരു ആധുനിക സജ്ജീകരണങ്ങളും ഇല്ലാത്ത സമയത്താണ് ഒരു രണ്ടുപേരും പേടിച്ചു. ഈ കളിയുടെ ഇടയിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടെന്നുള്ളത് അപ്പോൾ ഇവരെന്നെ മനസ്സിലാക്കണം തോന്നുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് അച്ഛനമ്മയൊക്കെ അച്ഛനമ്മ അറിഞ്ഞോട് കൂടിയിട്ട് പിന്നെ അവർക്ക് ഇത് കളയാനും പറ്റാത്ത സ്ഥിതിയായി. അത്രയും മൂത്തു, കുട്ടിയൊക്കെ കുറച്ചും കൂടിയൊക്കെ മൂത്തു. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ കളഞ്ഞാൽ തന്നെ അത് ജീവന അപകടമാണ്. അപ്പോൾ അച്ഛനമ്മ ഒരു തീരുമാനം എടുത്തു, എന്തായാലും ഇപ്പോൾ നമ്മുടെ അച്ഛനമ്മ ആയതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് മക്കൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ചോര അല്ല. അതുകൊണ്ട് ഇവർ ഇപ്പോൾ ഈ നാട്ടുകാരിത് കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയണ്ട, ഇവർ രണ്ടുപേർക്കും നമുക്ക് ആരും അറിയാത്തവർക്ക് ഇവർ പോയി ഇവർ കല്യാണം കഴിച്ച് ജീവിച്ചോട്ടെ, നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്താൽ പോരെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കല്യാണം കഴിപ്പിച്ച് എളുപ്പമാണല്ലോ. ഇവർക്ക് എല്ലാ സൗകര്യങ്ങളും കൂടി ഇവരെ ഫോറിനിലേക്ക് അയച്ചു. അപ്പോൾ അവിടെ ഇവർക്ക് ബിസിനസ് ഉണ്ട്, അവിടുത്തെ കാര്യങ്ങൾ നോക്കി അവരവിടെ ജീവിച്ചു. അപ്പോൾ ഇതിൽ രണ്ട് കാര്യം, അച്ഛൻ കല്യാണം കഴിച്ചതോടുകൂടിയിട്ടൊരു അമ്മേനെയും കിട്ടി, അതുപോലെ തന്നെ ഇവർക്ക് രണ്ട് മക്കൾക്കും കൂടി കല്യാണം കഴിക്കാനും പറ്റി. അപ്പോൾ അതാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇങ്ങനെയൊക്കെ കല്യാണം കഴിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അച്ഛനമ്മയൊക്കെ വളരെ ബിസിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്
ദൈവം പോലും അയ്യത്തടാന്നായി വരും. അപ്പോഴാണ് ഈ ഗുഹയിൽ പാമ്പ് കയറുമ്പോഴാണ് നമ്മളൊക്കെ അറിയുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.